ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ രണ്ട് പ്രധാന ആയുധം കൊണ്ട്. വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂറോപ്യൻ വിദഗ്ധർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ ചുട്ട മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 7-ന് പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിലും അതിന് സഹായകമായ പ്രദേശങ്ങളിലുമാണ് ഇന്ത്യ ശക്തമായ പ്രഹരമേൽപ്പിച്ചത്. ഈ ഓപ്പറേഷൻ പാകിസ്ഥാൻ ഉണ്ടാക്കിയ തകർച്ച ചില്ലറയല്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായത് രണ്ട് പ്രധാന ആയുധങ്ങളുടെ ഉപയോഗമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് യൂറോപ്പിലെ പ്രതിരോധ വാർത്താ വിദഗ്ധർ. മോസ്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജോൺ ഹെൽമർ നൽകുന്ന വിവരമനുസരിച്ച് ഇന്ത്യയുടെ S-400 ട്രയംഫ് എയർ പ്രതിരോധ റെജിമെന്റും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുമാണ് ഇന്ത്യക്ക് തുണയായത്. വിവിധ ഘടകങ്ങളായുള്ള ഇന്ത്യൻ വ്യോമസേനയിലെ പ്രധാന പ്രതിരോധ ഘടകമായിരുന്നു S-400. അതിന്റെ ദീർഘദൂര റേഞ്ച് പരിധിയും വലിയ ശേഷിയും പാകിസ്ഥാൻ വ്യോമസേനയുടെ നീക്കങ്ങൾ അവരുടെ പരിധിയിൽ തന്നെ മനസ്സിലാക്കാൻ സഹായിച്ചു. ഇന്ത്യക്ക് പ്രതിരോധ കോട്ട തീർത്ത S-400 പാകിസ്ഥാന്റെ ആക്രമണ ശേഷിയെ പരിമിതപ്പെടുത്തുന്നതിനും കാരണമായിട്ടുണ്ട്. ഒരേ സമയം ഒന്നിലധികം പാക് യുദ്ധവിമാനങ്ങളെ കണ്ടെത്താനും അവയെ പ്രതിരോധിക്കാനും ലക്ഷ്യമിടുന്നതിനും ഇന്ത്യക്ക് കഴിഞ്ഞതും വ്യോമയാന യുദ്ധമേഖലകളിൽ രാജ്യത്തിന് നിയന്ത്രണം ഉണ്ടാക്കാനും ഇവ സഹായിച്ചു. S-400-നോടൊപ്പം ബ്രഹ്മോസ് മിസൈലുകളും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് കുറഞ്ഞ മുന്നറിയിപ്പിൽ പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ വേഗവും കൃത്യവുമായ ആക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ സൂചിപ്പിച്ചു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഫലപ്രദമായ ഉപകരണങ്ങളായിരുന്നു ഇവ രണ്ടുമെന്ന് ഹെൽമർ പറയുന്നുണ്ട്. ഒരു സംഘർഷ മേഖലയിൽ പ്രതിരോധം തീർക്കുന്നതിനുള്ള ആഴവും കരുത്തോടെ നിൽക്കാനുള്ള ആക്രമണ ശേഷിയും ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതോടെ സാങ്കേതിക വിദ്യാപരമായ മുന്നേറ്റം മാത്രമല്ല, ഇന്ത്യക്ക് അടിയന്തര സാഹചര്യത്തിൽ ഈ വിഭാഗങ്ങളെ ചേർത്ത് ഉപയോഗിക്കാനുള്ള പ്രാപ്തിയും ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യക്ക് തിരിച്ചടിയേറ്റുന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള പ്രചാരണങ്ങളെ തുറന്നുകാട്ടുന്നതാണ് ഹെൽമറുടെ ഈ പ്രതികരണം. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി S-400 പോലുള്ള നൂതന ഇറക്കുമതി സംവിധാനങ്ങളുടെയും ബ്രഹ്മോസ് പോലുള്ള ഉയർന്ന പ്രകടനമുള്ള തദ്ദേശീയ ആസ്തികളുടെയും സംയോജനത്താൽ നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഹെൽമറുടെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി പ്രതിരോധ വിദഗ്ധർ പറയുന്നു. S-400-ഉം ബ്രഹ്മോസും ഒരേ സമയം പ്രയോഗിക്കുന്നത് ഇതാദ്യമായാണ്. ദീർഘദൂര വ്യോമ പ്രതിരോധവും കൃത്യതയാർന്ന ആക്രമണവും തമ്മിലുള്ള ഈ സമന്വയം പടിഞ്ഞാറൻ അതിർത്തിയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ അപ്പാടെ മാറ്റിമറിക്കുകയായിരുന്നു. സംഘർഷ സാഹചര്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ പ്രതിരോധ മികവും ഏതു ദൂരവും കടന്നാക്രമിക്കാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയത്. യുദ്ധ സാഹചര്യത്തിൽ ഇവ മികവോടെ സംയോജിപ്പിക്കാനുള്ള ശേഷിയും ലോകത്തിന് ബോധ്യമായി. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ പക്വത കൂടി പ്രകടിപ്പിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറും തുടർന്നുള്ള നിലപാടുകളുമെന്ന് ഹെൽമർ പറയുന്നു. ദീർഘദൂര വ്യോമ പ്രതിരോധവും കൃത്യതയാർന്ന ആക്രമണവും തമ്മിലുള്ള ഈ സമന്വയം പടിഞ്ഞാറൻ അതിർത്തിയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളുടെ അപ്പാടെ മാറ്റിയിരിക്കുന്നു. സംഘർഷ സാഹചര്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ പ്രതിരോധ മികവും ഏതു ദൂരവും കടന്നാക്രമിക്കാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ടെന്ന വ്യക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ പക്വത കൂടി പ്രകടിപ്പിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറും തുടർന്നുള്ള നിലപാടുകളുമെന്ന് ഹെൽമർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.